കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ചാണ്ടി ഉമ്മൻ MLA ആണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതലകൾ നൽകിയില്ല, ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ലെന്നും പ്രത്യേക സമുദായത്തിൽപ്പെട്ടയാൾ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് താൻ പറയില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നമുക്കറിയാം, ശ്രീ സുധാകരന്റെയും സതീഷിന്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പാർട്ടി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതിയുണ്ടോ? ആവശ്യമുണ്ടോ? എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു. പക്ഷെ അതിന് KPCC പ്രസിഡന്റ് മാറ്റുന്നതാണോ അതിൻ്റെ മറുപടി? സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിൻ്റെ മറുപടി. എല്ലാവരെയും തുല്യമായി കരുതുന്ന നേതാക്കൾ വരണം, അതിൽ സംശയമില്ല. പക്ഷെ ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് ഞാൻ പറയത്തില്ല. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. AK സ്റ്റെഫൻ വിശദാംശങ്ങളുമായി ചേരുന്നു. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിൽ ഒരു അന്തഛിദ്രം പുറത്തേക്ക് വരികയാണോ? നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചാണ്ടി ഉമ്മൻ എവിടെ എന്നത്, എന്തുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നില്ല എന്നതൊക്കെ വളരെ പരസ്യമായി അല്ലെങ്കിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. മോത്തി, സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ നടത്തിയ, കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിമർശനമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. നേരിയ തോതിലെങ്കിലും അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുന്നുവെങ്കിൽ പോലും അതിന് വലിയ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ച ശേഷം ആദ്യം എത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു, അതായത് ചാണ്ടി ഉമ്മന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മന്റെ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തി A ഗ്രൂപ്പിനകത്തായിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തായിക്കോട്ടെ അതെല്ലാം അന്ന് തന്നെ മറനീക്കി പുറത്തു വന്നതാണ്. അതെല്ലാം തന്നെ അതിന്റെ ഏറ്റവും പരമാവധിയിലേക്ക് എത്തുന്ന ഒരു വാക്കുകളാണ് ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ വയനാടും അതോടൊപ്പം തന്നെ ചേലക്കരയിലും ഒക്കെ തന്നെ പല ദിവസങ്ങളിൽ അദ്ദേഹം പ്രവർത്തനത്തിന് വേണ്ടി പോയിരുന്നു. പക്ഷെ പാലക്കാട് അദ്ദേഹം പോയത് ഒരൊറ്റ ദിവസമാണ്. ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ചാണ്ടി ഉമ്മൻ അവിടേക്ക് പോയത്. വലിയ തോതിലുള്ളൊരു വിമർശനം അന്ന് തന്നെ ഈ ചാണ്ടി ഉമ്മന്റെ വരവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അന്നും ചാണ്ടി ഉമ്മനോട് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നേരിട്ട് ആ സമയത്ത് ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് താങ്കൾ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വയനാടാണ് ഏറ്റവും വലിയ മത്സരം നടക്കുന്നത്, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി കുടുംബാംഗമാണ്, അതുകൊണ്ടാണ് വയനാട് കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം നടത്തിയത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്താതിരുന്നതെന്നൊരു കാര്യമായിരുന്നു ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഷാഫി പറമ്പിലിനോടായിക്കോട്ടെ, A ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടോ ഷാഫി പറമ്പിലിനോടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കെതിരെ ആയിക്കോട്ടെ അദ്ദേഹത്തിന് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ആ ഭിന്നത മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ചുമതലകളൊന്നും തന്നെ അന്ന് പാർട്ടി നേതൃത്വം നൽകിയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അതൃപ്തിയിലാണ് അദ്ദേഹം അന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാതിരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി, KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരൻ മാറണമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മാറേണ്ടതില്ല എന്നൊരു അഭിപ്രായം ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് ഏറെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണണം. അങ്ങനെയെങ്കിൽ നേരത്തെ ശശി തരൂരും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മുരളീധരനും ഒക്കെ പറഞ്ഞതുപോലെ സുധാകരൻ മാറേണ്ടതില്ല എന്ന് ചാണ്ടി ഉമ്മനും നിലപാടെടുക്കുമ്പോൾ അത് VD സതീശൻ വിരുദ്ധ പക്ഷത്തിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്.